നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മൂല്യച്യുതിയെപ്പറ്റി പല വീഡിയോകളും ഈയിടയ്ക്ക് കാണുകയുണ്ടായി. അതായത് 8ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരിയെ ഗർഭിണിയാക്കുന്നു, പ്രസവിക്കുന്നു. 17 വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഒരു ചെറുപ്പക്കാരൻ 4 പേരെ വെട്ടുന്നു, അതിൽ 3 പേര് ചാകുന്നു. എന്നിട്ട് അവൻ കൂളായിട്ട് പോലീസിനെ പോയി പിടികൊടുക്കുന്നു. ഞാൻ 3 പേരെ കൊന്നുവെന്ന് വളരെ ഗമയോടുകൂടി പറയുന്നു. വേറൊരുത്തൻ, ഒരു കാർന്നവർ, നേരത്തെ ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയതാണ്. തിരിച്ചു വന്നിട്ട് അയാളുടെ വീട്ടിലുള്ള 2 പേരെ കൂടെ കൊല്ലുന്നു. ബാക്കിയുള്ളവരെ കൊല്ലാൻ അവസരം കിട്ടാത്തതുകൊണ്ട് കൊല്ലാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇനി 100 വർഷം ജയിലിലിട്ടാലും ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് വധശിക്ഷ കൊടുക്കേണ്ടത്. 100 വർഷം കിടക്കാവുന്ന എന്താ ഉറപ്പ്? അങ്ങനെയുള്ളവരെയാണ് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസായിട്ട് ശിക്ഷിക്കേണ്ടത്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കലാപരിപാടികൾ, കുറ്റകൃത്യങ്ങൾ പല ഭാഗത്തും നടക്കുന്നു. ഈ തെറ്റുകളും ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടും നമ്മുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് നമ്മൾ ചില കാര്യങ്ങൾ തെറ്റാണെന്നും ശരിയാണെന്നും ഉറച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരും അങ്ങനെ പറയാൻ ധൈര്യപ്പെടാറില്ല. കാരണം തെറ്റാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വല്ലവരുടെയും മുഷിപ്പ് ഏൽക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്താഗതി പോലും വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ആരെയാണ് പറയുന്നത്? ഇന്നലെ നമ്മൾ കണ്ടു, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയിലെ 8 MLA-മാർ BJP ചേരാൻ പോകുന്നു. അവർക്ക് സീറ്റ് കിട്ടുകയോ മറ്റോ ചെയ്തില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടി ഉണ്ടായത് തന്നെ കോൺഗ്രസിനും BJP-ക്കൊക്കെ ബദലായിട്ട് ഒരു മൂല്യാധിഷ്ഠിത പാർട്ടിയായിട്ടാണ് ഉണ്ടായത്. എന്നിട്ട് ആ പാർട്ടിയിലുള്ളവരാണ് കൂളായിട്ട് അധികാരം കിട്ടില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോഴത്തേക്ക് കൂളായിട്ട് BJP-യിലേക്ക് ചേരാനായിട്ടൊരുങ്ങുന്നത്, അവരെ നഖശികാന്തം എതിർത്തിരുന്ന ഒരു പാർട്ടിയിലേക്ക് ചേരാനൊരുങ്ങുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ആശയം എന്തായിരുന്നു? അല്ല, ഇനിയിപ്പം ഡൽഹി വരെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ എറണാകുളത്തെ കത്തോലിക്കർ എന്താ ചെയ്യുന്നത്? കത്തോലിക്ക വൈദികർ എന്താ ചെയ്യുന്നത്? കന്യാസ്ത്രീകൾ ഈ വളരെ നിയമപരമായിട്ടുള്ളൊരു സിനഡ്, അതാണ് സഭയുടെ മാർപ്പാപ്പ കഴിഞ്ഞാൽ ഏറ്റവും അധികം അധികാരം ഉള്ള സമിതി. അവരെടുക്കുന്ന തീരുമാനം അനുസരിക്കാൻ സഭയിലുള്ളവർ ബാധ്യസ്ഥരാണ്. പക്ഷേ ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയില്ല അനുസരിക്കാൻ. ഇവരൊന്നും, ഈ മെത്രാന്മാരൊന്നും ഞങ്ങളുടെ നാട്ടുകാരല്ല, അല്ല ഞങ്ങളുടെ രൂപതയിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയില്ല അനുസരിക്കാൻ. ഇതാണ് ഇത് തിരുട്ട് സംഘമാണെന്ന് പറഞ്ഞ് വെളിയിലിറങ്ങുന്ന സ്ഥിതി വരിക. അപ്പോൾ ഇങ്ങനെ നാനാഭാഗത്തും മൂല്യച്യുതിയാണ് സംഭവിക്കുന്നത്. നമ്മൾ കാണുന്നതെല്ലാം മൂല്യച്യുതിയാണ്. എവിടെയെങ്കിലും ക്ഷമയുടെയോ അല്ലെ സിനിമകളെടുത്ത് നോക്കുക, എല്ലാം വെട്ടുകയും കൊല്ലുകയും ചെയ്യുന്ന സിനിമകളെല്ലാം നമ്മൾ വേറൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്യുന്ന ഒരാളോട് ക്ഷമിക്കുന്ന ഒരു സിനിമ, അങ്ങനെ ഒരു സിനിമ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഈ കാലഘട്ടത്തിനനുസരിച്ച്, ഈ കാലഘട്ടത്തിനൊരു മാറ്റത്തിന്. അങ്ങനെ ഒരെണ്ണം കാണുന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹം ആ പ്രതികാരത്തിൻ്റെയും ആ അക്രമത്തിൻ്റെയും ഒരു സംസ്കാരമായിട്ട് മാറുന്നു. അതാണ് ഗമ, അങ്ങനെ ചെയ്യുന്നതാണ് ഗമ എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഈ മുൻമന്ത്രി MM മണി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് 3 പേരെ കൊന്നു, വെടിവെച്ച് കൊന്നു. വലിയ കേമമായി പോയില്ലേ മണി സാറേ? അതിൽ കൊല്ലപ്പെട്ട ഒരാളെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ഒരു സാധു മനുഷ്യൻ, ഒരു സാധു ചെറുപ്പക്കാരൻ. അയാളെയൊക്കെ കൊന്നിട്ട് എന്ത് കിട്ടിയെന്നാണ് പാർട്ടിക്ക്, എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്? എങ്ങനെയൊക്കെയുള്ള അന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുക, അതിനെ മഹത്വവൽക്കരിക്കുക, ഇതൊക്കെയാണ് കേമപ്പെട്ട കാര്യമെന്ന് പറയുക. എത്രയോ നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ യുവതലമുറയൊക്കെ വഴിവെളുപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമേരിക്കയിൽ ഈ LGBTQ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. ഈ ഡെമോക്രാറ്റിക് പാർട്ടി കെട്ടിപ്പൊക്കിയ ഇങ്ങനെയുള്ള ഈ LGBTQ-നും മറ്റേ ആളുകൾക്ക് ഇക്വിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രസ്ഥാനങ്ങൾ, അതെല്ലാം ഒന്നൊന്നായിട്ട് പിഴുതെറിയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത് കാലക്രമേണ സംഭവിക്കുന്നതാണ്, ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല. അത് മനസ്സിലാക്കുന്നതിന് ഡെമോക്രാറ്റുകൾ ഇവിടെ പരാജയപ്പെട്ടു പോയി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു റിവേഴ്സ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സംസ്കാരം ഒരു പടി കൂടി ഉയരത്തിലേക്കല്ല, നമ്മൾ അക്രമത്തിൻ്റെ ആ പഴയ രീതിയിലേക്ക് പോകുന്നു. അതായത് പഴയൊരു ചൊല്ലുണ്ടല്ലോ, നിങ്ങൾ ഒരാളുടെ തൊലിയൊന്നും ആദ്യം നോക്കിയാൽ മതി, അതിൽ യു ക്യാൻ സീ ദ ബ്രൂട്ട് ഇൻസൈഡ്. നമ്മുടെ ആ പഴയകാല മനുഷ്യനെ നമുക്ക് കാണാം. ആ പഴയകാല നമ്മുടെ ആ ബ്രൂട്ടലായിട്ട് ജീവിച്ചിരുന്ന ആ കാടൻ മനുഷ്യനെ കാണാം എന്ന് പറഞ്ഞ പോലെ ആ കാടൻ മനുഷ്യൻ ആ കാടൻ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ നാം കാണുന്നു. അപ്പം ജാതി തിരിച്ചും മതം തിരിച്ചുമൊക്കെ പരസ്പരം വിദ്വേഷിക്കുകയും
പരസ്പരം ആക്രമിക്കുകയും വയലൻസിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ മൂല്യച്യുതിയൊക്കെ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. ആരെങ്കിലും ഒരാൾ മാത്രമല്ല, എല്ലാവരും ഉത്തരവാദികളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സമൂഹമാണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം എന്നുണ്ടാകും എന്നാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത്.